ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ സോളോ ഔട്ടിംഗ് ആണ്. ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും സത്യാവസ്ഥ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ ആരുമില്ല ഗൈസ്. ചക്കരേനെ കൂട്ടി വരാച്ച പോക്ക് പനി, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോന്നു. അല്ലാണ്ട് എനിക്ക് ഇനിയും ടൈമില്ല ഗൈസ്. ഏപ്രിൽ 16 17 വൈശാഖിൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. ഇനിയും ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ഞാൻ ഇറങ്ങാൻ എനിക്കൊരു ബോധമില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ ജ്യൂസ് കുടിക്കാനുള്ള മനസ്സ് കാണിച്ചു. അത് കഴിച്ച് നേരെ പോയത് നമ്മുടെ തറവാട്ടിലേക്കാണ്. ശോഭിക വെഡിങ് മോൾ. ഓൾവേസ് നമ്മളെപ്പോഴും അവിടെയാണ് പോകാറ്. എപ്പോഴും അവിടെ പോകാറുണ്ട്. അവിടെ ഉള്ളവർക്ക് നമ്മളെ അറിയാം. പക്ഷേ ഇത്തവണ പോയപ്പം കുറേ പേര് വന്നിട്ട് സംസാരിച്ചു, യൂട്യൂബ് ചാനൽ കാണലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. ഇതാ ഈ ചേച്ചിയൊക്കെ എൻ്റെ മോള് ആര്യയുടെയും സൂര്യയുടെയും ദൃശ്യയുടെയും 3 പേരുടെയും വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്വേഷണം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത്തവണ ഞാൻ ശോഭികയെ നല്ല ആട്ടോ എടുത്തത്. കാരണം എനിക്ക് തോന്നുന്നു വിഷു ഒക്കെ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ പോയിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് കളക്ഷൻസ് തോന്നിയില്ല. പിന്നെ ഞാൻ അവിടെ നേരെ വെച്ച് പിടിച്ചത് സൂര്യ സിൽക്സിലേക്കാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ പോയത് ഇവരുടെ ഓൾഡ് ഷോപ്പിലാണ് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ കസ്റ്റമർ സർവീസ് സത്യം പറയാൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മേ ബി എൻ്റെ അടുത്ത് വന്ന സ്റ്റാഫ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അവർക്കൊന്നും അനങ്ങാൻ പറ്റില്ല. നമ്മൾ തുണി എടുത്തുകൊണ്ട് വന്ന് അതിന് മാച്ച് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു. ഞാൻ അവിടെ നിന്ന് പയ്യെ ഇറങ്ങി നമ്മൾ പുതിയ ഷോപ്പിലേക്ക് പോയി. ഇവിടെ പിന്നെ എൻ്റെ മേം അവിടെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിരുന്നു. ആക്ച്വലി മക്കളെ ഞാൻ ശരിക്കും വണ്ടടിച്ച് പോയിട്ടുണ്ട്. അത്രയും അടിപൊളി കളക്ഷൻസ് ആണ്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ലൈവിൽ പോയ സമയത്ത് ഒരു കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി എപ്പോഴും ശോഭിക്കലല്ലേ പോലെ സൂര്യയിലേക്ക് അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന്. ഇത്രയും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ നേരെ വിട്ടത് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. കാരണം നമ്മുടെ ഡ്രസ്സിന് വെക്കേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഈ എന്താ പറയുക, കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അവിടെ SM സ്ട്രീറ്റിനുള്ളിൽ കോയിൻകോ ബസാറിനുള്ളിൽ ട്രെൻഡിയിൽ അവിടേക്കാണ് അധികം പോവാറ്. അങ്ങനെ പോയി നമ്മളിതാ അവിടെ നിന്നും ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇന്നത്തെ പോക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി ഫുഡ് അടി കാര്യമായിട്ടൊന്നും നടന്നില്ല. ഒരു ജ്യൂസ് കുടിച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ച് അല്ലുട്ടനും തുമ്പി ഇതൊക്കെ കാത്തിരിക്കേണ്ട. അല്ലുട്ടനെ നോക്കിയാൽ 2.5 വയസ്സിലുള്ള ബനിയനൊക്കെ എടുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അത് ഇവിടെ അമ്മേൻ്റെ അടുത്താക്കി പോകുമ്പോൾ ഇവർ പിന്നെ വെറൈറ്റീസ് ഒക്കെ ആയിരിക്കും ഇടുക. പിന്നെ ഞാൻ അവർക്ക് അവിടെ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ വരാൻ ആളില്ലാത്തതുകൊണ്ടാണെങ്കിലും ഒരു സോളോ ട്രിപ്പ് അടിച്ച് വന്നൊരു ആത്മസംതൃപ്തി എനിക്കുണ്ടായിരുന്നു. പിന്നെ വലിയ ടെൻഷൻസും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവർ കാണിക്കാറില്ല. ആദ്യമൊക്കെ ആയിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു ഒറ്റയ്ക്ക് പുറത്ത് വിടാനും. നേരെ വൈകിയാൽ തിരിച്ചു വരുമോ എന്നല്ല, തിരിച്ചു വരുന്ന കാര്യത്തിലൊക്കെ ടെൻഷനൊക്കെ. ഇപ്പം എന്ത് ഇതാ കണ്ടോ, ഞാൻ വന്നതുപോലെ അമ്മ അറിഞ്ഞിക്കുന്നു. ഞാൻ കടലയൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് കൈ കൊടുത്തിട്ടുണ്ട്. ആ കടലയും തിന്നുകൊണ്ട് അമ്മ സീരിയൽ മുഴുകിയിരിപ്പാണ് ഗൈസ്. പണ്ട് എൻ്റെ അച്ഛൻ പറയായിരുന്നു കേട്ടോ, വരെ സീരിയലിൻ്റെ സമയത്തൊന്നും പ്രസവവേദന ഇളകല്ല മോളെ, ഈ സീരിയൽ കഴിഞ്ഞിട്ടല്ല തന്നെ ആശുപത്രി കൊണ്ടുപോകില്ല എന്ന്. അതുപോലെയാണ് അവസ്ഥ. സീരിയൽ തുടങ്ങിയാൽ പിന്നെ അതിലങ്ങോട്ട് മുഴുകിയിരിക്കും. അത് കഴിഞ്ഞപ്പോൾ അതാ ഞങ്ങളെ സ്ഥിരം കലാപരിപാടി കട്ട കല്യാണി വൈശാട്ട് ഞാൻ എല്ലാവരും കൂടെ വീഡിയോ കോൾ ചെയ്യുന്നത്. ഇതിലിപ്പോൾ കട്ട എവിടെയെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്, കട്ട ഉണ്ടായിരുന്നു ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് അവന് റേഞ്ച് പോകുമ്പോൾ അവൻ പോവും, അവൻ തിരിച്ചു വരും, ഇതായിരുന്നു പരിപാടി. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് അവസ്ഥ മക്കളെ. ഈ 2 എണ്ണത്തിന് സഹിക്കാൻ ഞങ്ങൾ വിടുന്ന പാട് ഞങ്ങൾക്കല്ലേ അറിയാം. കുട്ടിത്തന്മാരാത്ത ഈ 2 കുട്ടികളും അച്ഛന്മാരാണ്. ഒരാൾ അച്ഛനായി, ഒരാൾ അച്ഛനാവാൻ പോകുന്നു. കഴുത്തറ്റം വെള്ളത്തിലാണ് നിന്റെ കേട്ടവൻ പറയാതെ പറയുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും വീഡിയോ കോളിൻ്റെ അവസാനം ഏട്ടനും അനിയനും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ചാറ്റ ബേബി, സീ യു.